പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ 2nd ലെസൺ ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്, ടിഫിൻ കാരിയേഴ്സിന്റെ സാമർഥ്യത്തിന്റെയും വിജയത്തിന്റെയും കഥ. ടിഫിൻ കാരിയേഴ്സ് എന്ന ഫ്രേസിന് രണ്ടർത്ഥം കൽപ്പിക്കാം. ഒന്ന്, ഭക്ഷണം നിറച്ച ഭക്ഷണപാത്രം. മറ്റൊന്ന്, ഇത്തരത്തിൽ പാത്രങ്ങളിൽ ഭക്ഷണം നിറച്ച് തലച്ചുമടായി മുംബൈ നഗരത്തിൽ ഓഫീസുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ വിതരണക്കാർ, ഡബ്ബാവാലാസ്. ഈ ലെസൺ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. The word saga means a long story of brave accomplishments. ധീരമായ നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും നീണ്ട കഥ എന്നാണ് സാഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്റ്റോറി രചിച്ച റൈറ്റേഴ്സിനെ നമുക്ക് ആദ്യമൊന്ന് പരിചയപ്പെടാം. About the authors. Hugh and Colleen Ganser are a renowned Indian couple. ഏറെ പ്രസിദ്ധരായ ഇന്ത്യൻ ദമ്പതികളാണ് ഹ്യൂ ആൻഡ് കൊളീൻ ഗാൻസർ. ഇവർ ട്രാവൽ റൈറ്റേഴ്സ് ആണ്. യാത്രാ വിവരണങ്ങൾ, യാത്രകളെക്കുറിച്ച് എഴുതുന്ന എഴുത്തുകാർ. നോൺ ഫോർ ദിയർ എക്സ്റ്റെൻസീവ് ട്രാവൽ റൈറ്റിംഗ്. വിശദമായ യാത്രാ വിവരണങ്ങൾക്ക് ഇവർ ഏറെ പ്രസിദ്ധരാണ്. അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫി ആൻഡ് കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം. യാത്രയുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫി പ്രസിദ്ധീകരിക്കുന്നതിലും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയ്ക്ക് നൽകിയ സംഭാവനകളും യാത്രാ വിവരണങ്ങളും ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ ഇവർ ഏറെ അറിയപ്പെടുന്നവരാണ്. They have spent years exploring the country and its diverse cultures. നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തമായ സംസ്കാരത്തെയും രാജ്യത്തെ തന്നെയും യാത്രകളിലൂടെ കണ്ടെത്തുന്നതിൽ ഒട്ടനവധി വർഷങ്ങൾ അവർ യാത്രകളിൽ ചെലവഴിച്ചിട്ടുണ്ട്. Their articles have appeared in various publications both in India and abroad. ഇന്ത്യക്കകത്തും വിദേശത്തുമായി വിവിധങ്ങളായ പബ്ലിക്കേഷൻസ്, പ്രസിദ്ധീകരണങ്ങളിലൂടെ അവർ യാത്രാ വിവരണങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. They have authored several books including travel guides and travelogues. യാത്രാ ഗൈഡുകളും യാത്രാ വിവരണങ്ങളും ഉൾപ്പെടെ ഒട്ടനവധി യാത്രകളുമായി സംബന്ധിച്ച ബന്ധപ്പെടുന്ന പുസ്തകങ്ങളും അവർ രചിച്ചിട്ടുണ്ട്. Their photographs accompany their travel articles and books. യാത്ര ചെയ്യുമ്പോൾ അവർ പകർത്തുന്ന ചിത്രങ്ങൾ അവർ പുസ്തകങ്ങളിലൂടെ, അവരുടെ ആർട്ടിക്കിളുകളിലൂടെ അവർ പ്രസിദ്ധപ്പെടുത്തുന്നു. Providing readers with a visual journey through the destinations they explore. അതുവഴി ഇവരുടെ യാത്രാ വിവരണങ്ങൾ വായിക്കുമ്പോൾ ആ ചിത്രങ്ങളിലൂടെ വായനക്കാരും ഒരു വിഷ്വൽ ജേർണി, ഭാവനയിലൂടെ ഇവർ നടത്തിയ പ്രദേശങ്ങളിലേക്ക് വായനക്കാരും യാത്ര ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനും അവർക്ക് സാധിക്കുന്നു. Let's read and reflect. Sea fever conveys a sailor's irresistible longing for a life of adventure. സാഹസികതയോട് അടങ്ങാത്ത ആവേശവും ആഗ്രഹവും ഉണ്ടായിരുന്ന ഒരു നാവികനെ കുറിച്ചാണ് സീ ഫീവർ എന്ന കവിതയിൽ നാം വായിച്ചത്. Let's take a look at an adventure of a different kind. ഇനി നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു സാഹസികതയെക്കുറിച്ച് വായിക്കാം. The challenging task of delivering food every day to almost 200,000 people in the heart of a bustling megalopolis. വളരെ തിരക്ക് പിടിച്ച ഒരു മഹാനഗരത്തിൽ എല്ലാ ദിവസവും 200,000 ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന അതിസാഹസികമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. Only meticulous planning and operational precision could have made this possible. അതീവ ശ്രദ്ധയും കൃത്യതയും നിലനിർത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. This is the unique and enduring saga of the Dabbawalas, the lunchbox carriers of Mumbai. മുംബൈ പട്ടണത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഡബ്ബാവാലാസ് അഥവാ ലഞ്ച് ബോക്സ് കാരിയേഴ്സ്, ഭക്ഷണ വിതരണക്കാരുടെ അതുല്യമായ വിജയത്തിന്റെ കഥയാണ് നാം വായിക്കാൻ പോകുന്നത്. ചില പ്രധാന വേർഡ്സും അവയുടെ മീനിങ്സും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. മെഗലോപോളിസ്, എ മെഗാ സിറ്റി, ഒരു വൻ നഗരം. സാഗ, നാം നേരത്തെ പറഞ്ഞു, സ്റ്റോറി ഓഫ് ഹീറോയിക് അച്ചീവ്മെന്റ്സ്, ധീരോദാത്തമായ വിജയ കഥ. മെറ്റിക്യുലസ്, എക്സ്ട്രീംലി കെയർഫുൾ അബൌട്ട് എവറി ഡീറ്റെയിൽ, എല്ലാ കാര്യത്തെക്കുറിച്ചും അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ അതീവമായ ശ്രദ്ധ. പ്രിസിഷൻ, അക്യുറസി, കൃത്യത. Now let's go through the lesson, the saga of the tiffin carriers. They are unique to Mumbai.
അവർ മുംബൈ പട്ടണത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മുംബൈയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് അവർ. ദേ മീൻസ് ദ ടിഫിൻ കാരിയേഴ്സ് ഓർ ദ ലഞ്ച് ബോക്സ് കാരിയേഴ്സ്, ഡബ്ബാവാലാസ്. നോ അതർ സിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ദം. ലോകത്തിലെ മറ്റൊരു പട്ടണത്തിലും ഇവരെ പോലുള്ളവർ ഇല്ല. Because no other city has the special characteristics of this booming, bustling big apple of India. ലോകത്തിലെ മറ്റൊരു പട്ടണത്തിനും മുംബൈ പട്ടണത്തിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകമായ ഈ സവിശേഷതകൾ ഇല്ല. ഈ പട്ടണം ബൂമിംഗ്, അതിവേഗം വളരുകയാണ്. ബസ്ലിംഗ്, വളരെ ബിസിയാണ്, ആക്റ്റീവാണ്. ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബിഗ് ആപ്പിൾ ആണ്. ബിഗ് ആപ്പിൾ മീൻസ് ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് പട്ടണത്തിന്റെ ഒരു നിക്നെയിമാണ് ബിഗ് ആപ്പിൾ. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയെ പോലെയാണ് ഇന്ത്യയിൽ മുംബൈ പട്ടണത്തിന്റെ സ്ഥാനം. ഫോർ വൺ തിങ്, സ്കൈ റോക്കറ്റിംഗ് ലാൻഡ് പ്രൈസസ് മേക്ക് ഇറ്റ് വിർച്വലി ഇംപോസിബിൾ ഫോർ ദി ആവറേജ് എംപ്ലോയി ടു ലിവ് നിയർ ദ പ്ലേസ് ഓഫ് വർക്ക് എനിവെയർ ഇൻ മുംബൈ. മുംബൈ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആവറേജ് എംപ്ലോയി, ഒരു സാധാരണ തൊഴിലാളിക്ക് വിർച്വലി ഇംപോസിബിൾ, തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ് ടു ലിവ് നിയർ ദെയർ പ്ലേസ് ഓഫ് വർക്ക്, അവർ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തിനടുത്ത് താമസിക്കുക എന്നുള്ളത്. അതിന്റെ കാരണം സ്കൈ റോക്കറ്റിംഗ് ലാൻഡ് പ്രൈസസ്, മുംബൈ പട്ടണത്തിലെ അതിവേഗം കുതിച്ചുയരുന്ന സ്ഥല വിലയാണ്. സ്ഥലത്തിനും താമസ സ്ഥലത്തിനുമൊക്കെ സ്കൈ റോക്കറ്റിംഗ് പ്രൈസ് ആണ്, വളരെയധികം കുതിച്ചുയരുന്ന വില. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സാധാരണ തൊഴിലാളിക്ക് തന്റെ ജോലി സ്ഥലത്തിന് അരികെ താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്താനോ, അതുപോലെ തന്നെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അത്തരമൊരു ഘട്ടത്തിൽ മുംബൈ പട്ടണത്തിൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതാണ് ടിഫിൻ കാരിയേഴ്സ് മുംബൈ പട്ടണത്തെ കേന്ദ്രീകരിച്ചുണ്ടാകാൻ കാരണം. Moreover, Mumbai is a great magnet. ഇതിനുമപ്പുറം മുംബൈ പട്ടണം വലിയ ഒരു മാഗ്നറ്റ് ആണ്, ഒരു കാന്തമാണ്. ഇറ്റ് ഡ്രോസ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളെ മുംബൈ ആകർഷിക്കുന്നു. ജനങ്ങൾ മുംബൈ പട്ടണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അങ്ങോട്ട് പോകുന്നു. ഈച്ച് വിത്ത് ദെയർ ഓൺ ഡയറ്ററി ഫൈബിൾസ് ആൻഡ് ടബൂസ്. അങ്ങനെ അവിടെ എത്തിപ്പെടുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രത്യേകമായ ഡയറ്ററി ഫൈബിൾസ്, ഭക്ഷണശീലമുണ്ട്. ആൻഡ് ടബൂസ്, ചിലർക്ക് ചില ഭക്ഷണങ്ങൾ പ്രൊഹിബിറ്റഡ്, അവർ നിഷിദ്ധമായി കാണുന്നു. മറ്റു ചിലർക്ക് കൺട്രോൾഡ്, അത്തരം ഭക്ഷണങ്ങൾ അവർ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മുംബൈ പട്ടണത്തിലെത്തുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായ ഭക്ഷണ ശീലങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. ബിസൈഡ്സ്, as the cost of living in Mumbai soared. മുംബൈ പട്ടണത്തിലെ ജീവിത ചെലവുകൾ വളരെ ഉയർന്നതാണ്. സോട്ട്, വളരെ ഉയർന്നതാണ്. അതിനുമപ്പുറം ഇറ്റ് became increasingly difficult to get one's meals from downtown eateries. പട്ടണത്തിലെ ഈറ്ററീസ്, റെസ്റ്റോറൻറ്റ്, കഫേ, ചെറു ഭക്ഷണശാലകൾ, ഇതിൽ നിന്നൊക്കെ ഭക്ഷണം ലഭിക്കുക എന്നുള്ളതും ചിലപ്പോഴൊക്കെ increasingly difficult, വളരെയധികം പ്രയാസകരമാണ്. And since we Indians have not taken to sandwiches, salads and cold cuts, നാം ഇന്ത്യക്കാരാണെങ്കിൽ വളരെയധികം പരിചിതമായിട്ടില്ല സാൻഡ്വിച്ച്, സാലഡ് ആൻഡ് കോൾഡ് കട്ട്, ഇത്തരത്തിലുള്ള ലഘുഭക്ഷണങ്ങളോട്. നാം അതൊന്നും കഴിച്ച് വിശപ്പടക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തിയിട്ടില്ല. കോൾഡ് കട്ട്സ് എന്ന് പറഞ്ഞാൽ സ്ലൈസ്ഡ് ആൻഡ് കുക്ക്ഡ് മീറ്റ് സെർവ്ഡ് കോൾഡ്, കഷ്ണമാക്കി പാകം ചെയ്ത മാംസം തണുപ്പിച്ചുപയോഗിക്കുന്നത്. ഇതൊന്നും നമുക്ക് ശീലമായിട്ടില്ല താനും. ഓർ ഈവൻ കോൾഡ് ഫുഡ് ഇൻ ജനറൽ, പൊതുവായിട്ട് തണുത്ത ഭക്ഷണം തന്നെ നാം കഴിക്കാറ് കുറവാണ്. അതിനോടൊന്നും നമുക്ക് ശീലമായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ദ ഗ്രേറ്റ് ആർമി ഓഫ് മുംബൈസ് വർക്കേഴ്സ്, മുംബൈ പട്ടണത്തിലെ ഈ തൊഴിലാളികളുടെ ഈ കൂട്ടം, ഒരു ആർമി പോലെയുള്ള വളരെ വലിയ ഒരു തൊഴിലാളി വർഗം, തൊഴിലാളി സമൂഹം തന്നെയാണ് മുംബൈ പട്ടണത്തിലുള്ളത്. അവർക്ക് മുമ്പിൽ ആർ ലെഫ്റ്റ് വിത്ത് ജസ്റ്റ് 2 ഓപ്ഷൻസ്. 2 ഓപ്ഷൻ മാത്രമേ അവരുടെ മുമ്പിൽ ഭക്ഷണ കാര്യത്തിൽ ഉള്ളൂ. സ്റ്റാർവ് ഓൾ ത്രൂ ദ വർക്കിംഗ് ഡേ. മുമ്പിലുള്ള 2 ഓപ്ഷൻ ഒന്നിതാണ്: എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും, ജോലിയുള്ള ദിവസങ്ങളിലും പട്ടിണി കിടക്കുക, സ്റ്റാർവ്.
or dream of having someone deliver your hot home cooked meal to your office. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്ത നല്ല ചൂടുള്ള ഭക്ഷണം ആരെങ്കിലും നിങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുതരുമെന്ന് സ്വപ്നം കാണുക. ആൻ ഇംപോസിബിൾ ഡ്രീം. ഇങ്ങനെ ആരെങ്കിലും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ചൂടോടെ ഓഫീസിൽ എത്തിച്ചു തരുമെന്നുള്ളത് ഒരു അസാധ്യമായ സ്വപ്നമാണോ? അങ്ങനെ തോന്നിയേക്കാം നമുക്ക്. But then Mumbai is a city where many impossible dreams have become reality. എന്നാൽ മുംബൈ പട്ടണത്തിൽ അസാധ്യമെന്ന് തോന്നിയ പല സ്വപ്നങ്ങളും റിയാലിറ്റി ആയിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ആസ് ദിസ് വൺ ഡിഡ്. ഈ ഒരു കാര്യവും അതുപോലെ തന്നെ സംഭവിച്ചു. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ആരെങ്കിലും നമ്മുടെ ഓഫീസിൽ എത്തിച്ചു തരിക, അതും അവിടെ സാധ്യമായി. ഈ രംഗത്താണ് എൻ്റർ ദ ഡബ്ബാവാലാസ്. ഇവിടെയാണ് ടിഫിൻ കാരിയേഴ്സിന്റെ പ്രവേശനം. ആസ് ഫോമർ മുംബൈ കാസ് we had seen these food courier hustle on board of commuter trains. മുൻകാല മുംബൈ താമസക്കാർ എന്ന നിലക്ക് മുംബൈ കാർസ്, നമ്മൾ മലയാളികൾക്ക് മുംബൈക്കാർ എന്ന് പറയുന്ന പോലെ, ഇത് മറാത്തി ഭാഷയിൽ നിന്ന് ഉടലെടുത്ത ഒരു പദമാണ്. ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ 1993 ഇതിന് എൻട്രി ലഭിച്ചത്. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ മുംബൈ കാർസ് എന്ന് പറഞ്ഞാൽ നാറ്റീവ് ഓർ റെസിഡന്റ് ഓഫ് മുംബൈ സിറ്റി, മുംബൈ സിറ്റിയിൽ ജീവിക്കുന്ന, അവിടെ ജനിച്ചു വളർന്ന വ്യക്തി എന്നൊക്കെ അർത്ഥം വരുന്ന. ഈ ഓതേഴ്സ് ഞങ്ങളും മുന്നേ അവിടെ താമസിച്ചിരുന്നവരാണ്, ഫോമർ മുംബൈ കാർസ്. ആ നിലക്ക് വി ഹാഡ് സീൻ ദീസ് ഫുഡ് കോറിയർ, ഇത്തരത്തിലുള്ള ഭക്ഷണ വിതരണക്കാരെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹസൽ ഓൺ ബോർഡ് അവർ കമ്മ്യൂട്ടർ ട്രെയിൻസ്, ഞങ്ങൾ ജോലിക്കായി പട്ടണത്തിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥിരമുള്ള കമ്മ്യൂട്ടർ ട്രെയിൻസ്, യാത്രാ ട്രെയിനുകളിൽ അവർ എപ്പോഴും ഹസിൽ, തിരക്ക് പിടിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. റഷ് ഓഫ് ദി ടെർമിനസസ്, ട്രെയിൻ അവസാനിക്കുന്ന പോയിന്റിൽ അവർ കുതിച്ചിറങ്ങുന്നതും കയറുന്നതുമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ട്രോട്ട് ത്രൂ ക്രൗഡഡ് റോഡ്സ്, എന്നിട്ട് ജനത്തിരക്കുള്ള റോഡുകളിലൂടെ അവർ ട്രോട്ട്, അതിവേഗം നടന്നു പോകുന്നു. ക്യാരിയിങ് കോഫിൻ സൈസ്ഡ് ക്രേറ്റ്സ് ലേഡൻ വിത്ത് ലഞ്ചസ്, ലഞ്ച് ബോക്സുകൾ നിറച്ച ക്രേറ്റ്സ്, കുട്ടകൾ അല്ലെങ്കിൽ പെട്ടികൾ, ഇതെല്ലാം തലയിൽ ചുമന്നുകൊണ്ട്. ആ കുട്ടകൾക്ക് കോഫിൻ സൈസ്ഡ്, ഒരു ശവപ്പെട്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ശവപ്പെട്ടി വലിപ്പത്തിലുള്ള ഈ ധാരാളം ടിഫിൻ ബോക്സുകൾ നിറച്ച പെട്ടിയുമായി അത് ചുമന്നുകൊണ്ട് തിരക്ക് പിടിച്ച റോഡിലൂടെ അതിവേഗം നടന്നു പോകുന്ന കാഴ്ച ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. They were as much a part of the Mumbai scene. മുംബൈ പട്ടണത്തിന്റെ കാഴ്ചകളുടെ ഒരു ഭാഗം തന്നെയാണ്. ഏതുപോലെ ആസ് ദ ബ്ലാക്ക് ക്യാബ്സ് വിത്ത് യെല്ലോ ടോപ്സ്, മുംബൈ പട്ടണത്തിന്റെ ഒരു സ്ഥിരം കാഴ്ചയാണ് കറുത്ത കാറുകൾ, അതിന്റെ യെല്ലോ ടോപ്സ്, മഞ്ഞ നിറത്തിലുള്ള മുകൾ ഭാഗം. മഞ്ഞയും കറുപ്പും നിറഞ്ഞ ടാക്സി കാറുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമാണ് മുംബൈ. മുംബൈയുടെ ഒരു പ്രത്യേകമായ കാഴ്ച തന്നെയാണ് ഇത്തരം ടാക്സി ക്യാബ്സ്, കാറുകൾ. അതേപോലെയുള്ള മറ്റൊരു കാഴ്ചയാണ് ഈ ടിഫിൻ കാരിയേഴ്സ്. In the year 1890, an old Parsi lady in the suburb of Dadar spoke to Mahadu Iwaji Pacha. 1890 ദാദർ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു ഓൾഡ് പാഴ്സി ലേഡി, ഒരു സ്ത്രീ, മഹാദു ഇവാജി ബച്ച എന്ന വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞു. She wanted him to help her to get a tiffin carrier across to her husband. ആ സ്ത്രീയുടെ ഭർത്താവിന് ഒരു ടിഫിൻ കാരിയർ, ഒരു ലഞ്ച് ബോക്സ് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുമോ എന്നായിരുന്നു ആ സ്ത്രീ ചോദിച്ചത്. ആ ഭർത്താവ്, who worked in the commercial heart of Bombay as the city was called then. അന്ന് ബോംബെ എന്നറിയപ്പെടുന്ന, ഇന്നത്തെ മുംബൈ അക്കാലത്ത് ബോംബെ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബോംബെയിലെ കമേഴ്സ്യൽ ഹാർട്ട്, അതിന്റെ വാണിജ്യ സിരാ കേന്ദ്രത്തിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ആ പാർസി ലേഡിയുടെ ഹസ്ബൻഡ്. അവർക്കൊരു ലഞ്ച് ബോക്സ് എത്തിച്ചു കൊടുക്കുമോ എന്നായിരുന്നു ആ ലേഡി അന്ന് ചോദിച്ചത്. ദാറ്റ് വാസ് ദി സ്റ്റാർട്ട് ഓഫ് ദ ഡബ്ബാവാലാസ്. അതായിരുന്നു ഡബ്ബാവാലകളുടെ തുടക്കം. ഫ്രം ദോസ് ഹംബിൾ ബിഗിനിങ്സ്, ആ ലളിതമായ തുടക്കത്തിൽ നിന്ന് the self-made Indian organization has grown into a huge network. ഇന്ത്യൻ തൊഴിലാളികൾ രൂപീകരിച്ച ഈ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള, സ്വയം രൂപീകരിച്ച ഈ സംഘടന
ഇന്നൊരു ഹ്യൂജ് നെറ്റ്വർക്കായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. whose incredible efficiency has won the admiration of international business schools. അതുകൊണ്ട് തന്നെ ഇന്ന് ഡബ്ബാവാലാസ് എന്നുള്ള ഈ ഹ്യൂജ് നെറ്റ്വർക്ക് അതിൻ്റെ ഇൻക്രെഡിബിൾ എഫിഷ്യൻസി, അവിശ്വസനീയമായ കൃത്യതയും കാര്യക്ഷമതയും ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾസ്, അന്താരാഷ്ട്ര ബിസിനസ് സ്കൂളുകളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ അഡ്മിറേഷൻ, ആദരവും അംഗീകാരവും പിടിച്ചുപറ്റിക്കഴിഞ്ഞു. ആൻഡ് ഈവൻ ഓഫ് പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന്റെ പോലും ആദരവ് പിടിച്ചുപറ്റിയ, അംഗീകാരം നേടിയ ഒരു നെറ്റ്വർക്ക്, ഒരു ഓർഗനൈസേഷനായി ഡബ്ബാവാലാസ് മാറിക്കഴിഞ്ഞു. ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ച് മാസത്തിലെ ശക്തമായ ചൂടുള്ള ഹ്യൂമിഡിറ്റിയുള്ള ഒരു ദിവസം, ടു ദ ക്രാഷ് ഓഫ് ദ കാരിയർ ലേഡൻ ക്രേറ്റ്സ്, ഈ ലഞ്ച് കാരിയർ അഥവാ ടിഫിൻ കാരിയർ എല്ലാം നിറച്ച ക്രേറ്റ്സ്, ബോക്സുകൾ, അവ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ, കോൾ ട്രേസ്, ഈ ക്രേറ്റ്സ്, ഈ ബോക്സുകൾ ട്രേ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ട്രേകളിൽ നിറയെ ടിഫിൻ കാരിയേഴ്സ് ആണ്. അവയുണ്ടാക്കുന്ന ക്രാഷ്, പരസ്പരം കൂട്ടി അടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമല്ല, ബീയിങ് ഡെപ്പോസിറ്റഡ് ഓൺ ദ പേവ്മെന്റ്, റോഡ് അരികിൽ, നടപ്പാതയിൽ അവ എല്ലാം അടുക്കി പെറുക്കി വെക്കുന്നു. ദ ക്ലാങ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് ബീയിങ് സോർട്ടഡ് ഔട്ട് ഓഫീസ് വൈസ്, അവിടെ നിന്നുകൊണ്ടാണ് ഓരോ ഓഫീസിലേക്കുമുള്ള ടിഫിൻ കാരിയർ, ലഞ്ച് ബോക്സുകൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, തെരഞ്ഞു വെക്കുന്നത്, വേർതിരിച്ചു വെക്കുന്നത്. ഇതിനിടയിലെല്ലാം തന്നെ കൂട്ടിമുട്ടിക്കൊണ്ട് സ്റ്റീൽ പാത്രങ്ങൾ പരസ്പരം മുട്ടുമ്പോഴുണ്ടാകുന്ന ക്ലാങ്, ആ ശബ്ദം, ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ മാത്രവുമല്ല, അതിനിടയ്ക്ക് ആൻഡ് ദി അനൗൺസ്മെന്റ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അനൗൺസ്മെന്റിന്റെ ശബ്ദവും. ഇതിനിടയിൽ വി സ്പോക്ക് ടു ദ പ്രസിഡന്റ്, ഞങ്ങൾ ഈ സംഘടനയുടെ, ഈ ഡബ്ബാവാല അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റുമായി ഞങ്ങൾ സംസാരിച്ചു. ദ പ്രസിഡന്റ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയർ അസോസിയേഷൻ, ഈ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലൈ അസോസിയേഷനിലെ ചില മെമ്പർമാരോടും ആ സംഘടനയുടെ പ്രസിഡന്റിനോടും ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഹൗ മെനി ഡബ്ബാവാലാസ് ആർ ദർ ടുഡേ, ഞങ്ങൾ ചോദിച്ചവരോട്, ഇന്ന് എത്ര ഡബ്ബാവാലാസ്, ഇത്തരം ലഞ്ച് ബോക്സ് കാരിയേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്? 3000 പ്ലൈയിങ് ദ വെസ്റ്റേൺ റെയിൽവേ, 3500 ആളുകൾ ജോലി ചെയ്യുന്നു വെസ്റ്റേൺ റെയിൽവേയിൽ. ആൻഡ് 1500 ഓൺ ദ സെൻട്രൽ റെയിൽവേ, സെൻട്രൽ റെയിൽവേയിൽ 1500ഓളം പേരും ജോലി ചെയ്യുന്നുണ്ട്. ദി സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് ഈസ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ, ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ആ റെയിൽവേ സ്റ്റേഷൻ, ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ, അത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായിരുന്നു. വി ഹാവ് 2 lakh കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ ഗ്രോയിങ്, ഞങ്ങൾക്ക് 2 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ, ആ നമ്പർ, ദേ ആർ ഗ്രോയിങ്, കസ്റ്റമേഴ്സ് വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 2 വ്യത്യസ്തമായ റെയിൽവേ സോണുകളിലായിക്കൊണ്ട് 5000-ലധികം ഡബ്ബാവാലാസ് ഉണ്ട്. ഇവർക്ക് കസ്റ്റമേഴ്സായി 2 ലക്ഷത്തിലധികം ആളുകളുമുണ്ട്. ആ നമ്പർ ഗ്രോയിങ്, വളർന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നൊക്കെയാണ് അന്ന് ആ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. റിയലി ഇൻ സ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്, സത്യമാണോ 2 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ടെന്നോ? ധാരാളം ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്, ഭക്ഷണശാലകൾ, ഫാസ്റ്റ് ഫുഡ് കടകൾ പട്ടണത്തിൽ ഉണ്ടായിട്ടും നിങ്ങൾക്ക് 2 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉണ്ടെന്നോ? ഞാൻ അത്ഭുതത്തോടു കൂടി അവരോട് ചോദിച്ചു. യു കാൺട്ട് ലിവ് ഓൺ ഫാസ്റ്റ് ഫുഡ്, അതിന് പുച്ഛത്തോടു കൂടി ഒരു മറുപടിയാണ് അവർ പറഞ്ഞത്. ഫാസ്റ്റ് ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ദെൻ ഞാൻ മറ്റൊരു ചോദ്യം അവരോട് ചോദിച്ചു. വാട്ട് ടൈം ഡു യു പിക്ക് അപ്പ് ദ ഫുഡ്? ഓഫീസ് ജോലിക്കാരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കളക്ട് ചെയ്യുന്നത്? ദി ഏർലിയസ്റ്റ് ഈസ് അറ്റ് 8 in the morning. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ആദ്യം ഏറ്റവും നേരത്തെ കളക്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡി വി ലീവ്. ഞങ്ങൾ ഓഫീസേഴ്സിന്റെ വീടുകളിൽ ഭക്ഷണം കളക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം റെഡി ആയില്ല എങ്കിൽ വി ലീവ്, ഞങ്ങൾ പിന്നെ കാത്തു നിന്ന് സമയം കളയില്ല, ഞങ്ങൾ അവിടെ പോരും. ബട്ട് വി ഗിവ് ദ കസ്റ്റമർ 1 more chance. പക്ഷേ ഓരോ കസ്റ്റമർക്കും ഞങ്ങൾ ഒരു അവസരം കൂടെ നൽകും. ദ നെക്സ്റ്റ് ടൈം ഇറ്റ് ഈസ് ഡിലൈറ്റ്. രണ്ടാമതും അവർ ഭക്ഷണം റെഡിയാക്കി തരാൻ താമസിക്കുകയാണെങ്കിൽ വി റിമൂവ് ദം ഫ്രം അവർ ലിസ്റ്റ്.
ഞങ്ങൾ അവരെ കസ്റ്റമർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും. കാരണം സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്ക് വേണ്ടിയും കാത്തിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരം ഡിലേ ആക്കുന്ന കസ്റ്റമേഴ്സിനെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും. വി ഡെലിവർ ടു ദി ഓഫീസ് ബൈ 1 PM ഷാർപ്പ്. എന്നിട്ട് കളക്ട് ചെയ്ത ഭക്ഷണം ഓരോരുത്തരുടെയും ജോലി സ്ഥലത്ത് ഓഫീസുകളിൽ ഞങ്ങൾ കൃത്യം 1 മണിക്ക് മുമ്പ് എത്തിക്കും. ഓർ ഏർലിയർ, ചിലപ്പോൾ 1 മണിക്ക് മുമ്പും എത്തിക്കും. വി കളക്ട് ബൈ 2 PM. കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ, ടിഫിൻ ബോക്സുകൾ ഞങ്ങൾ 2 മണിയോടെ കളക്ട് ചെയ്യും. ഇഫ് ലേറ്റ് വി ലീവ്. വല്ല കാരണത്താലും ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ പോരും. എഗൻ ഓൺലി 1 മോർ ചാൻസ്. ഞങ്ങൾ വീണ്ടും ഒരു ചാൻസും കൂടെ അവർക്ക് നൽകും. വി ഡെലിവർ എംപ്റ്റി ടിഫിൻ ബോക്സസ് ടു കസ്റ്റമേഴ്സ് ബൈ 5:30 ഇൻ ദി ഈവനിങ് ലേറ്റസ്റ്റ്. 5:30 മണിയോടുകൂടി, വൈകുന്നേരം 5:30 മണിയോടുകൂടി, ഏറ്റവും വൈകിയാൽ 5:30 കാലിയായ എംപ്റ്റി ടിഫിൻ ബോക്സസ് ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ വീടുകളിൽ നൽകുകയും ചെയ്യും. വി ചാർജ് അബൌട്ട് ₹500 per customer every month. ഓരോ മാസവും ഓരോ കസ്റ്റമറിൽ നിന്നും ഞങ്ങൾ ഏകദേശം 500 രൂപയാണ് ഈ സേവനത്തിന് ചാർജ് ചെയ്യുന്നത്. അനദർ മെമ്പർ ചൈംഡ് ഇൻ. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മെമ്പർ ഈ സംഭാഷണത്തിലേക്ക് ചേർന്നു. ചൈംഡ് ഇൻ, ജോയിൻഡ് ദ കോൺവെർസേഷൻ. ഈ സംഭാഷണത്തിലേക്ക് ചേർന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഐ കളക്ട് ടിഫിൻ കാരിയേഴ്സ് ഫ്രം 20 ഫ്ലാറ്റ്സ് ഇൻ അന്ധേരി. ദാറ്റ് ഈസ് സോ ഫാർ അവേ. ഇവിടെ നിന്ന് വളരെ അകലെയുള്ള അന്ധേരി ഭാഗത്ത് നിന്ന് 20 ഫ്ലാറ്റുകളിൽ നിന്ന് ഞാൻ ടിഫിൻ കാരിയേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹൗ മെനി ഫിറ്റ് ഇൻ ടു എ ട്രേ? ഒരു ഡബ്ബാവാല തലയിൽ ചുമന്നു പോകുന്ന ഒരു ക്രേറ്റ്, ഒരു ട്രേയിൽ എത്ര ടിഫിൻ ബോക്സുകൾ, ലഞ്ച് ബോക്സുകൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു. 40 to 45, 40 മുതൽ 45 ലഞ്ച് ബോക്സുകൾ ഒരു ട്രേയിൽ ഉൾക്കൊള്ളിക്കും, അവർ മറുപടി പറഞ്ഞു. എ ലേഡൻ ട്രേ വെയ്സ് 85 to 100 kilos. ഇങ്ങനെ ലഞ്ച് ബോക്സുകൾ നിറച്ച ഒരു ട്രേക്ക് 85 മുതൽ 100 കിലോ വരെ ഭാരമുണ്ടാകും. And there are 5 changing points where we offload the trays. ഓരോ യാത്രയിലും 5 ചേഞ്ചിങ് പോയിന്റ്സ് ഉണ്ട്. ഈ ലഞ്ച് ബോക്സുകൾ ഓരോ ട്രെയിൽ നിന്നും മറ്റൊരു ട്രെയിലേക്ക് മാറ്റുന്നതിന് 5 ചേഞ്ചിങ് പോയിന്റ്സ് ഉണ്ട്. അവിടെ ഞങ്ങൾ ഓഫ്ലോഡ് ദ ട്രെയ്സ് ഫ്രം ദ ട്രെയിൻ. ട്രെയിനിൽ നിന്നും ഇങ്ങനെ നിറച്ച 40 മുതൽ 45 വരെ ലഞ്ച് ബോക്സുകൾ നിറച്ച ഈ ട്രേകൾ ഞങ്ങൾ ഓരോ ചേഞ്ചിങ് പോയിന്റിലും ഓഫ്ലോഡ് ചെയ്യും, അവിടെ ഇറക്കും. എന്നിട്ട് ചേഞ്ച് ദം ഇൻ ടു അതർ ട്രേസ് ആൻഡ് ദെൻ ചേഞ്ച് ദം അഗൈൻ. ഓരോ ട്രെയിൽ നിന്നും മറ്റൊരു ട്രെയിലേക്ക് അവ മാറ്റും. അങ്ങനെ വീണ്ടും വീണ്ടും മാറ്റി ഓരോ ഏരിയയിലേക്കുള്ളത് ഇങ്ങനെ തരംതിരിക്കും. ഇറ്റ് ഹാസ് ഓൾ ടു ബി ഡൺ വെരി ഫാസ്റ്റ്, വെരി അക്യുറേറ്റ്ലി. ഇതെല്ലാം തന്നെ വളരെ വേഗത്തിലും വളരെ അക്യുറേറ്റ്ലി, വളരെ കറക്റ്റ്ലി ചെയ്യേണ്ടതാണ്. തെറ്റുപറ്റാതെ ഓരോ ടിഫിൻ ബോക്സും ഓരോ ട്രെയിൽ നിന്നും മറ്റൊരു ട്രെയിലേക്ക് അടുക്കി കൃത്യമായ ഓർഡറിൽ അത് വെക്കേണ്ടതുണ്ട്. ഹൗ ഡു യു നോ വിച്ച് ടിഫിൻ കാരിയർ ഗോസ് ഇൻ ടു വിച്ച് ട്രേ? ഓരോ ലഞ്ച് ബോക്സും ഏത് ട്രേയിലേക്ക് പോകണം എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ ചോദിച്ചു. We have alphanumeric markings on every tiffin carrier indicating the location of the flat, the changing points, the delivery points, the dabbawalas involved. അതിന് അവർ മറുപടിയായി പറഞ്ഞത്, ഓരോ ടിഫിൻ ബോക്സിലും ഓരോ ലഞ്ച് ബോക്സിലും ഞങ്ങൾ പ്രത്യേകമായ കോഡ്, ആൽഫാന്യൂമറിക്കൽ കോഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ്, ആ കോഡ് ഞങ്ങൾക്ക് സൂചന നൽകുന്നു. ലൊക്കേഷൻ ഓഫ് ദ ഫ്ലാറ്റ്, ഈ ടിഫിൻ ബോക്സ് ആർക്കാണ് നൽകേണ്ടത്, എവിടെ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത് എന്ന ഫ്ലാറ്റിന്റെ ലൊക്കേഷൻ അതിൽ സൂചിപ്പിക്കും. ദ ചേഞ്ചിങ് പോയിന്റ്സ്, എവിടെയാണ് ഇത് ഇറക്കേണ്ടത്, ട്രെയിൽ നിന്ന് മറ്റൊരു ട്രെയിലേക്ക് മാറ്റാനുള്ള ചേഞ്ചിങ് പോയിന്റ് എവിടെയെന്നും ആ കോഡിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. മാത്രമല്ല ദ ഡെലിവറി പോയിന്റ്സ്, ഏത് ഓഫീസിൽ ആർക്കാണത് ഡെലിവറി ചെയ്യേണ്ടത്, നൽകേണ്ടത് എന്നുള്ളതും ആ കോഡ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ദ ഡബ്ബാവാലാസ് ഇൻവോൾവ്ഡ്, ഇതെല്ലാം ആരാണ്, ഏത് ഡബ്ബാവാലയാണ് ഇത് വിതരണം ചെയ്യേണ്ടത് എന്നുള്ള ഡബ്ബാവാല, ഉത്തരവാദിത്തപ്പെട്ട ഡബ്ബാവാല ആര് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ആൽഫാന്യൂമറിക്കൽ കോഡിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇതെല്ലാം കേട്ട് ഞാൻ ചോദിച്ചവരോട്, ഹു വർക്ക്ഡ് ഔട്ട് ദിസ് സിസ്റ്റം ഫോർ യു? ഈ സിസ്റ്റം ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാവർത്തികമാക്കിയത്? ആരാണ് ഈ സിസ്റ്റം കണ്ടുപിടിച്ചത്? അതിന് മറുപടിയായി അവർ പറഞ്ഞു, വി ഡിഡ്, ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തത്. ക്യാൻ യുവർ MBAs ഡു ഇറ്റ്? അവർ ചോദിച്ചു, നിങ്ങളുടെ MBA ഉദ്യോഗസ്ഥന്മാർ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ പഠിച്ച MBA ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇത് ചെയ്യാൻ കഴിയുമോ? നെവർ, ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അവർ പറഞ്ഞു, ഇൻഫാക്ട് ദേ ഹാവ് ഓഫൻ ആസ്ക്ഡ് us to explain it to them. അത്തരം MBAകൾ പലരും ഞങ്ങളോട് ഈ സിസ്റ്റം ഒന്ന് അവർക്ക് വിശദമാക്കി നൽകുമോ എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് പോലുമുണ്ട്. മാത്രവുമല്ല, ഈവൻ പ്രിൻസ് ചാൾസ് ഡിഡ്, ചാൾസ് രാജകുമാരൻ പോലും അത്ഭുതത്തോടു കൂടി ഈ സിസ്റ്റത്തെക്കുറിച്ച് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. വി സെൻഡ് ഹിം എ പ്രസന്റ് ഫോർ ഹിസ് വെഡിങ്. ഒരിക്കൽ ചാൾസ് രാജകുമാരന്റെ വിവാഹത്തിന് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രസന്റ് അയച്ചു. ആൻഡ് വി ഹാവ് എ ലെറ്റർ ഫ്രം ഹിം ടു പ്രൂവ് ഇറ്റ്. ഇതെല്ലാം തെളിയിക്കാൻ ചാൾസ് രാജകുമാരന്റെ അംഗീകാരമുള്ള ഒരു പ്രശംസാ പത്രം, ഒരു ലെറ്റർ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ സിസ്റ്റം ഈസ് ഫ്ലോലെസ്. ഞങ്ങളുടെ ഈ സിസ്റ്റം അത് ഫ്ലോലെസ് ആണ്, ഫോൾട്ട്ലെസ് ആണ്. അതിന് തെറ്റുപറ്റില്ല. അത് വളരെ പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഹൗ ഓൾഡ് ഈസ് ദി ഓൾഡസ്റ്റ് ഡബ്ബാവാല? നിങ്ങളുടെ കൂട്ടത്തിലെ ഡബ്ബാവാലകളിൽ ഏറ്റവും പ്രായം കൂടിയ ഡബ്ബാവാലയുടെ വയസ്സ് എത്രയാണ്? ദാറ്റ് ഇസ് ബിക്കാജി. അത് ബിക്കാജി എന്ന ഒരു ഡബ്ബാവാലയാണ്. ഹി ഈസ് 74 years old. അയാൾക്ക് 74 വയസ്സ് പ്രായമുണ്ട്. ആൻഡ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 50 years. 50 വർഷമായി ഞങ്ങളുടെ സംഘടനയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ദ യങ്ങസ്റ്റ് ഈസ് 21. ഏറ്റവും പ്രായം കുറഞ്ഞ ഡബ്ബാവാല 21-കാരനാണ്. അവർ മറുപടി പറഞ്ഞു. വി വാച്ച്ഡ് ഫാസിനേറ്റഡ് ആസ് ദ ട്രേസ് അറൈവ്ഡ്. ഈ ടിഫിൻ ബോക്സുകൾ നിറച്ച ട്രേകളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി അതെല്ലാം വീക്ഷിച്ചു. വാച്ച്ഡ് ആൻഡ് ഫാസിനേറ്റഡ്. ഫാസിനേറ്റഡ്, അട്രാക്റ്റഡ് ഓർ ഇൻട്രസ്റ്റഡ്. ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടായി. ഈ ട്രേകളെല്ലാം വന്നു. ആൻഡ് വർ സോർട്ടഡ് ഔട്ട് ഇൻ ടു ഹാൻഡ് ഡ്രോൺ കാർഡ്സ്. അതിൽ നിന്നും ടിഫിൻ ബോക്സുകൾ പലരും ഹാൻഡ് ഡ്രോൺ കാർഡ്സിലേക്ക്, കൈകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടികളിലേക്ക്, കൈവണ്ടികളിലേക്ക് മാറ്റുന്നു. ചിലർ സൈക്കിളുകളിലേക്ക് തരംതിരിച്ച് മാറ്റുന്നു. ആൻഡ് ഈവൻ ഫെസ്റ്റൂൺ ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലൻഡ്സ്. ചിലരാകട്ടെ മാല കോർത്ത പോലെ ടിഫിൻ ബോക്സുകൾ ചരടുകളിൽ കോർത്തുകൊണ്ട് ഫെസ്റ്റൂണ്ട് അവരുടെ കഴുത്തിലും ചുമലിലുമെല്ലാം അലങ്കരിച്ച പോലെ, മാല കൊണ്ട് അലങ്കരിച്ച പോലെ കഴുത്തിൽ തൂക്കിയിട്ടും ഒക്കെ വിതരണത്തിന് കൊണ്ടുപോകുന്നു. ഫെസ്റ്റൂൺ ഡെക്കറേറ്റഡ്, മൾട്ടിപ്പിൾ ഗാർലൻഡ്സ്, മാലകൾ പോലെ. എറൗണ്ട് ദ നെക്ക് ആൻഡ് ഷോൾഡേഴ്സ് ഓഫ് ഡെലിവറി ഡബ്ബാവാലാസ്. ഡെലിവറിക്ക് പോകുന്ന ഡബ്ബാവാലകൾ, ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവർ അവരുടെ കഴുത്തിനു ചുറ്റും ഷോൾഡറിലുമെല്ലാം തന്നെ ചരടിൽ കോർത്തുകൊണ്ടും ഈ ടിഫിൻ ബോക്സുകൾ മാല പോലെ അണിഞ്ഞുകൊണ്ടും ഒക്കെ വിതരണത്തിന് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. വി ലേൺ ദാറ്റ് ഓൾ ഡബ്ബാവാലാസ് ആർ പുട്ട് ത്രൂ റിഗറസ് ട്രെയിനിങ്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ ഡബ്ബാവാലകളും അവരെല്ലാം തന്നെ റിഗറസ് ട്രെയിനിങ്, വളരെ ശക്തമായ പരിശീലനം, വളരെ കെയർഫുൾ ആയിട്ടുള്ള പരിശീലനം ലഭിച്ചവരാണ്, അതിന് വിധേയമായ ആളുകളാണെന്ന് മനസ്സിലായി. പുട്ട് ത്രൂ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ഓർ ട്രെയിൻഡ്. പരിശീലനത്തിന് അവർക്ക് ശക്തമായ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ബിക്കോസ് ദേ ഹാവ് ടു ഡീൽ കർട്ടിയസ്ലി വിത്ത് ദ കസ്റ്റമേഴ്സ്. കാരണം അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനോട് വളരെ മാന്യമായി പെരുമാറേണ്ടതുണ്ട്. അതിനുമപ്പുറം ആൻഡ് സോ കനോട്ട് ബി അൺകൂത്ത് ആൻഡ് ഡ്രങ്ക്. അവർക്കൊരിക്കലും തന്നെ കസ്റ്റമേഴ്സിനോട് അൺകൂത്ത്, ബിഹേവിങ് റൂഡ്ലി, പരുഷമായിട്ടോ മോശമായിട്ടോ പെരുമാറാൻ പാടില്ല. ഓർ ഡ്രങ്ക്, ഈ ഡബ്ബാവാലകൾ മദ്യപിക്കാനും പാടില്ല. ഇങ്ങനെയുള്ള വളരെ മാന്യമായ പെരുമാറ്റം, അതുപോലെ തന്നെ ഈ ഭക്ഷണങ്ങൾ എല്ലാം കൃത്യമായി വിതരണം ചെയ്യുക, ഈ കാര്യങ്ങളിലൊക്കെ അവർക്ക് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് എന്നു ഞങ്ങൾക്ക് മനസ്സിലായി. മോറോവർ, ഇതിനുമപ്പുറം ഇഫ് ദേ ഫോർഗെറ്റ് ടു വിയർ ദ ഡിസ്റ്റിംഗ്വിഷിംഗ് വൈറ്റ് ക്യാപ്സ്, അവർക്ക് ഒരു വെള്ള തൊപ്പിയുണ്ട്, അതെങ്ങാനും ധരിക്കാൻ അവർ മറന്നുപോയാൽ ദേ ആർ ഇനീഷ്യലി ഫൈൻ ഫോർ ദ ഫസ്റ്റ് ഒഫൻസ്. ആദ്യ തെറ്റിന്, ഒഫൻസ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ വൈറ്റ് ക്യാപ്പ് ധരിച്ചില്ല എങ്കിൽ ആദ്യം തുടക്കത്തിൽ അവർക്കൊരു ഫൈൻ, ഒരു പിഴ ചുമത്തും. ആൻഡ് ദെൻ റിമൂവ്ഡ് ഫ്രം ദി അസോസിയേഷൻ ഇഫ് ഇറ്റ് ഷുഡ് ഹാപ്പൻ അഗൈൻ. വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ അവരെ
അത്തരം ഡബ്ബാവാലകളെ ഈ അസോസിയേഷനിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ സിസ്റ്റം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദേ റൺ എ വെരി ടൈറ്റ്ലി കൺട്രോൾഡ് ഡിസിപ്ലിൻ ഓർഗനൈസേഷൻ. കാരണം ഈ അസോസിയേഷൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയായിട്ട്, ടൈറ്റ്ലി കൺട്രോൾഡ്, വളരെ ശക്തമായ നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നും ഞങ്ങൾ മനസ്സിലാക്കി. We left the ഡബ്ബാവാലാസ് to get on with their schedules. ഞങ്ങൾ ഏറെ നേരം ഡബ്ബാവാലയുമായി സംസാരിച്ച് അവരുടെ സമയം കളയാതെ അവർക്ക് അവരുടെ ജോലിയുടെ ഷെഡ്യൂൾ, ടൈം ടേബിൾ ഉണ്ട്, അതുമായി അവർക്ക് മുന്നോട്ട് പോകാൻ അവരെ ഞങ്ങൾ വിട്ടു. ആൻഡ് വാക്ക്ഡ് അക്രോസ് ടു ദ ടീ സെന്റർ ഫോർ അവർ ഓൺ ലഞ്ച്. എന്നിട്ട് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ ടൗണിലെ ടീ സെന്ററിലേക്ക് പോയി. ഇൻ ദ ലോബി, ആ ടീ സെന്ററിന്റെ ലോബിയിൽ, അതിന്റെ ഫ്രണ്ട് ഹാളിൽ, നെക്സ്റ്റ് ടു ദ ലിഫ്റ്റോട് ചേർന്നുകൊണ്ട് വി നോട്ടിസ്ഡ് എ ഡബ്ബ അണ്ടർ എ ട്രസിൽ ടേബിൾ. അവിടെ ഇട്ടിരുന്ന ഒരു ട്രസിൽ ടേബിൾ, ഒരു ഫോൾഡബിൾ ടേബിൾ, അതിന്റെ താഴെ ഒരു ടിഫിൻ ബോക്സ് ഡബ്ബ ഇരിക്കുന്നത് കണ്ടു. The God told us that it belonged to someone in the Textile Export Promotion Council on an upper floor. ഈ ടീ സെന്ററിന്റെ മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഉണ്ട്, ഒരു സ്ഥാപനം. അതിലെ ഒരാളുടേതാണ്, അയാൾക്കുള്ളതാണ് ഈ ലഞ്ച് ബോക്സ് എന്ന് അവിടെയുള്ള ഗാർഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വി വെന്റ് അപ്പ് ആൻഡ് മെറ്റ് E.L. പൗലോ, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ കൗൺസിൽ. ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഡയറക്ടർ ആയിട്ടുള്ള E.L. പൗലോ എന്നുള്ള ഉദ്യോഗസ്ഥനെ പോയി ഞങ്ങൾ കണ്ടു. He lived in the suburbs. അദ്ദേഹം പട്ടണത്തിന് അപ്പുറത്തുള്ള ഒരു പ്രദേശത്താണ് താമസിക്കുന്നത്, ഓൺ മീര റോഡ്. And he had been dealing with the ഡബ്ബാവാലാസ് for 10 years. ഇദ്ദേഹം ഈ ഡബ്ബാവാലയുമായിട്ട് 10-ലധികം വർഷമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ഈ ഡബ്ബാവാലാസ് അഥവാ ടിഫിൻ കാരിയേഴ്സിന്റെ ഒരു കസ്റ്റമറാണ്. 10 വർഷത്തിലധികമായി അദ്ദേഹം കസ്റ്റമറാണ്. He told us that they pick up his tiffin carrier at 8 every morning. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ ഈ ഡബ്ബാവാലാസ് ഇദ്ദേഹത്തിനുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൃത്യമായി പിക്കപ്പ് ചെയ്യും. ഇൻ ഓൾ ദീസ് 10 years, he said, ഈ കഴിഞ്ഞ 10 വർഷക്കാലം മുഴുവനും they have never missed, ഒരിക്കൽ പോലും അവർ മിസ്സാക്കിയിട്ടില്ല. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ സർവീസ്, വെരി റിലയബിൾ. അദ്ദേഹം പറഞ്ഞു, അത്ഭുതകരമായ ഒരു സേവനമാണ് ഡബ്ബാവാലാസ് ചെയ്യുന്നത്. മാത്രമല്ല വെരി റിലയബിൾ, വളരെയധികം വിശ്വസനീയമാണ്. ഒരിക്കൽ പോലും ഈ 10 വർഷക്കാലത്തിനിടക്ക് ഒരു മിസ്സിംഗ് പോലും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. Such a comment from a senior executive who has to maintain international standards is indeed a great endorsement. ഡബ്ബാവാലകളെ കുറിച്ച് ഈ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് കൗൺസിലിലെ സീനിയർ എക്സിക്യൂട്ടീവ്, അയാളാണെങ്കിൽ ഹു ഹാസ് ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അന്താരാഷ്ട്ര നിലവാരം പുലർത്തി പോരുന്ന ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നനായ സീനിയർ എക്സിക്യൂട്ടീവിൽ നിന്നും ഈ ഡബ്ബാവാലകളെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡീഡ് എ ഗ്രേറ്റ് എൻഡോഴ്സ്മെന്റ്. അത് വളരെ വലിയ ഒരു എൻഡോഴ്സ്മെന്റ്, ഒരു അപ്രൂവൽ, അംഗീകാരമാണ്. This is particularly commendable when it is applied to a network as wide-ranging and as entirely grassroots generated as Mumbai's unique Dabbawalas. മുംബൈയുടെ മാത്രം പ്രത്യേകമായ ഈ ഡബ്ബാവാല എന്നുള്ള ഈ ഓർഗനൈസേഷൻ, അതാണെങ്കിലോ ഗ്രാസ് റൂട്ട്സ് ജനറേറ്റർ, സാധാരണ നിലയിലുള്ള താഴെക്കിടയിലുള്ള ജനങ്ങൾ സംഘടിപ്പിച്ചെടുത്ത, അവർ ജനറേറ്റ് ചെയ്ത, അവർ രൂപീകരിച്ച ഒരു സംഘടനയാണ്. അത്തരം ഒരു സംഘടന, അതും ഒരു നെറ്റ്വർക്കായിട്ട് വളരെ വൈഡായിട്ടുള്ള ഒരു ശൃംഖലയായി തന്നെ പ്രവർത്തിച്ചു പോരുന്നു. അപ്പോൾ ഒരു പരാജയവുമില്ലാതെ വളരെ കൃത്യമായി കണിശമായി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി കമൻറ്റബിൾ. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തീർത്തും പ്രൈസ് വേർത്തിയാണ്, അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ എൻഡോഴ്സ്മെൻറ്റ്, ഈ സീനിയർ എക്സിക്യൂട്ടീവിൻ്റെ എൻഡോഴ്സ്മെൻറ്റിനും അപ്പുറം അതിലും വലിയ ഒരു അംഗീകാരം നിങ്ങൾക്കറിയണമെങ്കിൽ ആസ്ക് പ്രിൻസ് ഓർ കിങ് ചാൾസ് രാജകുമാരനോട് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ അംഗീകാരപത്രവും ഇവർ നേടിയിട്ടുണ്ട്. ഇത്രയുമാണ് ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന ഈ ലെസണുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്.
ഈ ലെസണിൽ ഉൾപ്പെടുന്ന പ്രധാന വേർഡ്സും അവയുടെ മീനിങ്സും ഇവിടെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഓരോ വേർഡും അവയുടെ മീനിങ്ങും പ്രത്യേകമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോൺ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.